നിനക്കൊരു ബെസ്റ്റ് ഗസ്റ്റ് ഉണ്ട്. ആരടാ കുട്ട? എത്രയാണ് ഈ പറയുന്ന പെർട്ടിക്കുലർ സിംഗർ, ഞാൻ പേരെടുക്കുന്നില്ല, എനിക്ക് താല്പര്യമില്ല. അദ്ദേഹം എത്രയാണ് ഒരു സ്റ്റേജിന് ചാർജ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ആ സ്റ്റേജിന് വർത്ത്, ഐ മീൻ ആ വാങ്ങുന്ന പൈസക്ക് വർത്ത് ആയിരുന്നു ആ ഒരു പെർഫോമൻസ്. സാറേ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. അയ്യോ നോ 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 നോ, അവനവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം അവനവൻ തന്നെ അനുഭവിച്ചു. കാട്ടിക്കുട്ടലിനെ ഞാൻ പറയുള്ളൂ, അതൊരു പെർഫോമൻസ് പോലും വിളിക്കാൻ പറ്റില്ല. നാണക്കേട് ഞാൻ എങ്ങനെ സഹിക്കും? നാണക്കേട് ഇല്ലാതാക്കുന്ന ഒരു സോപ്പ് പറഞ്ഞിട്ടുണ്ട്, അതൊരു ഡസം വാങ്ങി 2 റൗണ്ട് നന്നായി തേച്ച് കൊടുത്താൽ. കാരണം പെർഫോമൻസ് എന്ന് പറയുന്നത് അത് ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്. കണ്ട എന്തെങ്കിലും ഒരു കാരണം കിട്ടിയ അപ്പൊ എന്റെ മെക്കിട്ട് കയറും. പ്രത്യേകിച്ച് ലൈവ് പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന് കൊടുക്കേണ്ട ഒരു വാല്യൂ ഉണ്ട്. അതാണോ ഇത്? ഞാൻ വന്ന ദിവസം തൊട്ട് നീ എന്നെ ഒരുമാതിരി ആക്കുന്നുണ്ട്. അതങ്ങ് കൈ വെച്ചിരുന്നാ മതി. ഈ കേപ്പിടെ തനി കൊണ്ടു കരഞ്ഞുട. അതൊരു ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് അതൊരു ടിക്കറ്റഡ് ഷോ ആയിരുന്നു. ഞാൻ കുറച്ച് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എനിക്കെതിരെ ഒരു ഗൂഢസംഘം ഇവിടെ എവിടെയോ പ്രവർത്തിക്കുന്നുണ്ട്. അവര് ടിക്കറ്റ് എടുത്തിട്ടാണ് ഈ ഒരു ഇത്രയും 2 അല്ലെങ്കിൽ 3 hours പെർഫോമൻസ് കാണാൻ പോയത്. ഒരു നാൾ വന്നതുപോലെ ഞാൻ അങ്ങ് തിരിച്ചു പോകും. അതിനിടയിൽ മല്ലയുദ്ധത്തിന് എന്നെ വിളിക്കരുത്. അപ്പൊ അവർക്ക് കിട്ടിയത് ഇതാണ്. നീ ഇത് അനുഭവിക്കണോടാ, ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. മതിയോ ശവത്തി കുത്തിയത്? കുത്തും, ഈ ശവത്തി ഞാൻ ഇനിയും കുത്തും. എന്നെ അത്രയ്ക്ക് കുത്തിയിട്ട് വാസ് ഇറ്റ് വർത്ത് ഇറ്റ്? അത്രേ ഉള്ളൂ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ചോദ്യം. കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്കാണെങ്കിൽ വളരെ മര്യാദക്ക്, അതല്ല കലിപ്പടിക്കാനാണെങ്കിൽ അങ്ങനെ. ഇത്രയും വലിയൊരു തെറ്റ് ക്ഷമിക്കാനും മാത്രം വിശാല ഹൃദയനൊന്നും അല്ല ഞാൻ. എനിക്കൊരല്പം ധൃതിയുണ്ട്. ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും. വരട്ടെ.